എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ ലവ് ബേർഡ്സ്. ഇത് ആദ്യം ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 13 എണ്ണം ഉണ്ട്. ഇതിന് ഫുഡായിട്ട് കൊടുക്കുന്നത് ഞവരയും തിനയുമാണ്. ഇതിന് ഞവര ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എൻ്റെ അനിയനും വൈകുന്നേരം ഇതിന് ഞവര പറിച്ചു കൊടുക്കും. അപ്പം പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലുള്ളത് 10 മണിയാണ്. ഇത് രാവിലെ കാണാൻ നല്ല രസമാണ്. പക്ഷെ രാവിലെ എന്താ ഷൂട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലെന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് സപ്പോട്ട. ഇത് നമ്മുടെ നെയ്ബറുടെ ആയിരുന്നു. ഇത് കുറേ പിടിക്കുമായിരുന്നു. പിന്നെ ഇത് ഞവര. ഇത് ഭയങ്കര കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വാഴച്ചെടി. പിന്നെ ഇത് മുളവാണ്. പിന്നെ ഇത് ശംഖുപുഷ്പം. ഇത് മുളകാണ്. പിന്നെ ഇത് കറ്റാർവാഴ. അപ്പോൾ ഇതാണ് നാരങ്ങ മരം. ഇത് ഞങ്ങളുടെ നെയ്ബറുടെ ആണ്. ഇത് കുറേ നാരങ്ങ പിടിക്കും. പിന്നെ ഇത് വലിയ സൈസ് നാരങ്ങയാണ്. സൈഡിലായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന വാട്ടർ ക്യാനാണ്. ഇത് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് മണ്ണ് നിറച്ചിട്ട് 4 മണി നട്ട് വെക്കും. പിന്നെ ഇത് ഞങ്ങളുടെ യോഗേർട്ടിൻ്റെ ടിന്നാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മണ്ണ് നിറച്ചിട്ട് 4 മണി നട്ട് വയ്ക്കും. അപ്പോൾ ഇത് തുളസിയാണ്. ഇത് മൊത്തവും വഴുതനങ്ങയാണ്. പിന്നെ ഇത് പയറാണ്. ഇവിടുത്തെ ചൂട് കൊണ്ട് തന്നെ എല്ലാം ചിലതൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ഇത് ലേഡി ഫിംഗറാണ്. പിന്നെ ഇത് വെള്ളരിയാണ്. ഇവിടെ വേണ്ട ഇതെല്ലാം വേണ്ട കുറേയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ട ഇവിടെ വേണ്ട കണ്ടോ, ഒരെണ്ണം വളരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് മുളവാണ്. ഇതിൽ കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പയറാണ്. പിന്നെ ഇവിടെ കുറച്ച് ചീരയുണ്ട്, വെണ്ടയുണ്ട്. പിന്നെ ഇത് തൊട്ട് ഇത് വരെ മൊത്തം മുളവാണ്. പിന്നെ ഇത് ഞങ്ങളുടെ പടവലമാണ്. ഇതിൽ പൂവൊക്കെ പൂവൊന്നും വരുന്നില്ല, കാരണം ഇത് വെയിൽ കൊണ്ട് മൊത്തം കരിഞ്ഞു പോവാണ്. പിന്നെ ഇത് പാലക്ക്. പിന്നെ ഗൈസ്, ഇത് മസ്ക് മെലനാണ്. പിന്നെ ഇത് കറി ലീവ്സ്. പിന്നെ ഇത് ബിറ്റർ ഗാർഡ്. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ചീനിക്കമ്പ് കൊണ്ടുവന്നായിരുന്നു. അത് ഞങ്ങൾ ചാക്കിൽ നട്ടു വെച്ചു. അതിപ്പോൾ ഇത്ര ഉളവായി. അപ്പോൾ ഈ സൈഡിലോട്ട് കോവലാണ്. നിറച്ചും കോവയ്ക്ക പിടിച്ചിരിക്കുന്നുണ്ട്, കണ്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ താമരക്കുളമുണ്ട്. ഇത് ഞങ്ങളുടെ വാട്ടർ ക്യാനില്ലേ, അത് ടാങ്ക് നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ ലോട്ടസ് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിറച്ച് ഫിഷ് ഉണ്ട്. നോക്ക്, അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ അകത്തും കുറച്ച് ഫിഷൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പർപ്പിൾ കളറും വൈറ്റ് കളറും വാട്ടർ ലില്ലിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർഡൻ ടൂർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.